Hello, welcome back to my channel. It's 2:50. So now it's time. What time it is, Azia? It's 2:54. It's 3 o'clock. It's almost 3 o'clock. ഈ വർഷം ഞങ്ങൾ ഊട്ടി ട്രിപ്പ് നടത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അവനൊന്നും ഉറങ്ങിയിട്ടില്ല, ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാതെയാണ് പോകുന്നത്. ബ്ലോക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് It's 3 o'clock. It's 3 o'clock. But And you it's are the not time that I sleeping sleep. now, right? But I would not sleep today. I Why? will sleep in 4 o'clock or 5 o'clock when I get rest time. When we reach the hotel, which is Cloud Nest, and also it has a Yes. jacuzzi. Yes. He's so excited because And also, let me tell you going something. We Yeah. will change hotels day by day. Today, No, it's only two hotels we are going to stay. One is Cloud Nest. Cloud Nest, the other one is Mango Hill Shola. Mango Hill Shola. Let's go. പാലിയേക്കര ടോൾ പ്ലാസ, ഈ തൃശ്ശൂരിൽ ഉള്ള മറ്റേ ആദ്യം പാലക്കാട് പോകുമ്പോൾ ആദ്യം വരുന്ന ടോളാണ് ഇത്. ഇപ്പൊ ഇതെന്താണ്? ഓ, ഇവിടെ ഇപ്പൊ ടോൾ എടുക്കുന്നില്ലാന്ന്. അയ്യോ, അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പ് ആൻഡ് ഡൗൺ 180. അപ്പോൾ ടോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ലാഭമായി പോയി. അപ്പം ഇതെപ്പോൾ തൊട്ടാണ് ഇത് എടുക്കാണ്ടായത്? കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോൾ എടുത്തായിരുന്നല്ലോ, ഇല്ലേ? ആണോ? അപ്പൊ ഇവിടെ ടോൾ എടുക്കുന്നില്ല ഇപ്പം. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഇപ്പം ടോൾ എടുക്കുന്നില്ല അത്ര. പക്ഷേ പാലക്കാട് വടക്കഞ്ചേരി പക്ഷേ ടോൾ എടുക്കുന്നുണ്ട്. കാലിയാണ് റോഡ്, മൊത്തം ശൂന്യം, വണ്ടി ഒന്നുമില്ല. അസിയാൻ 140 സ്പീഡ്. Power di. ഈ സ്പീഡൊക്കെ എടുക്കണമെങ്കിൽ വഴിയിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തേക്കുന്നത്. അല്ലാത്തപ്പോൾ ഒന്നും അങ്ങനെ എടുക്കാൻ പാടില്ല. ജസ്റ്റ് ടെസ്റ്റ് ചെയ്താണ് പവർ എത്രയാണെന്നുള്ളത്. നമുക്ക് ഈ നൈറ്റൊക്കെ പോകുമ്പം ഇപ്പോൾ വണ്ടിയൊന്നും ഉണ്ടാവാറ്, അധികം വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ടെസ്റ്റൊക്കെ ചെയ്യാം. ഈ
പബ്ലിക് ഉള്ളപ്പോഴൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഹൈവേസിലൊക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ സ്പീഡൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ കുറേ ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറ ഉള്ളത് കൊണ്ട് നമുക്ക് അത്രയും സ്പീഡ് എടുത്തിട്ട് പോകാനൊന്നും പറ്റൂല. മാക്സിമം സ്പീഡ് 90 അല്ലേ, 100 ആണോ? ഓക്കെ. വലിയ ബ്ലോക്കാണിതേ, അങ്ങ് മുതൽ നല്ല. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ ഒന്നുമല്ല, അതിലും കൂടുതലുണ്ട്. എന്താ ബ്ലോക്ക്. അവന് യൂറിൻ പാസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കാം. ഇത് 24 hours ആണ്. എപ്പോൾ വന്നാലും ഇവിടെ ചായ കിട്ടും. നല്ല ടേസ്റ്റാണ് ചായ. ഇപ്പോൾ ടൈം എത്രയാണെന്നറിയോ? ഇപ്പോൾ ടൈം 4 o'clock. അപ്പോൾ ഞങ്ങൾ പാലക്കാട് എത്തിയിരിക്കുന്നു. കുതിരാൻ ടണൽ പാസ് ചെയ്തിട്ടില്ല, അതിന് ജസ്റ്റ് തൊട്ട് മുമ്പുള്ള ഒരു ചായ പോയിൻ്റാണ് ഇത്. ഓ, മാൽക്കീസ്റ്റ്. Your favorite Malkist? My favorite. Oh. Wait, 1 second. One bite. Let me show you guys something. What? Karana. Let me show you guys something. What again? So some people would subscribe to our channel. So I'm gonna give it to my mom. ഈ സ്പോട്ടാണ് ഞങ്ങൾ എന്നും ചായ കുടിക്കാൻ നിർത്തുന്നത്. പാലക്കാട് പോകുമ്പോഴൊക്കെയും ഞങ്ങൾ ഇവിടെ നിന്നാണ് ചായ കുടിക്കാറ്. അവന്താ വീണ്ടും ഇന്നൊരു മുട്ട എവിടെ കാണിച്ചേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത് 2:50 ആയപ്പോഴായിരുന്നു. ഇപ്പോൾ ടൈം 4 o'clock ഞങ്ങൾ എത്തിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? Lion. And also move cute little kitty which I got when we were going to Palakkad. When we were going from Kochi to Palakkad, and also now when my dad finishes chaya, after that then we will go from the tunnel to Palakkad, and then we will put petrol from Coimbatore or somewhere from. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ജേണി. We are going in the tunnel. ഇനി വരുന്നതാണ് പാലക്കാട് ടണൽ, കുതിരാൻ ടണൽ. നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ കുതിരാൻ പാസ് ചെയ്യണമെങ്കിൽ ഒരു 3 kilometers ഒക്കെ പോകണം. അത് ടൈമും എടുക്കാറുണ്ട്. അവിടെ ബ്ലോക്കൊക്കെ ഈ ഹെവി വെഹിക്കിൾസ് ഒക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. പക്ഷെ ഇപ്പം വിത്തിൻ മിനിറ്റ്സിൽ നമുക്ക് ക്രോസ് ചെയ്ത് പോവാം. വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ക്രോസ് ചെയ്യാമെന്ന്. വാവ്. See, this is our tunnel, Palakkad Tunnel. Or 7.
കഴിഞ്ഞു. കുതിരാൻ പാസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. നേരത്തെയൊക്കെ ആണെങ്കിലും ഒത്തിരി ടൈം എടുക്കുമായിരുന്നു കുതിരാൻ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഒരു 15 to 20 minutes എടുക്കും. ചില സമയത്ത് ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ 1 hour അല്ലെങ്കിൽ ചിലപ്പം അതിലും കൂടുതൽ എടുക്കാറുണ്ട്, വലിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ടൈം 4:24. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾക്ക് അവിടെ നിന്ന് വിട്ടത്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടത് 2:50 ആയപ്പോഴായിരുന്നു. ഇപ്പം 4:24 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പാലക്കാട് എത്തി. ഒരു 1.25 മണിക്കൂറിൽ നമ്മൾ വടക്കഞ്ചേരി എത്തി. ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എത്തിയേക്കുന്നത്. ഈ ഒരു ടൈമിൽ പുറപ്പെടാൻ കാരണം അതായിരുന്നു. ബ്ലോക്ക് എത്താണ്ട് നമുക്ക് എത്താൻ പറ്റും. ഈ ബ്ലോക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുഷിഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഈ പാലക്കാട് ഒരു 2 hours എന്തായാലും ക്രോസ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമ്മൾ പുറപ്പെടുവാണെങ്കിൽ ഒരു 2 hours പാലക്കാട് ക്രോസ് ചെയ്യാം. പിന്നെ നേരത്തെ ആണെങ്കിൽ മീൻസ് ഇച്ചിരി വൈകി നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ഒരു 3 hours ഒക്കെ എടുക്കും. കാരണം ഇപ്പം പണിയൊക്കെ നടക്കുന്നുണ്ട് വഴിയിലേക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടേക്കും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബ്രിഡ്ജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ചെറുതായിട്ട് ഇപ്പം ഒരു ഇതായിട്ടുള്ളത്, ഒരു എന്താ, അല്ലെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ടോൾ ഗേറ്റ് എത്തി. ഇവിടെ വൺ സൈഡ് 115 ആണ്. ഇതാണ് വടക്കഞ്ചേരി ടോൾ പ്ലാസ. ഇതേ കണ്ടോളൂ, ഇതാണ് പാലക്കാടിലുള്ള ടോൾ പ്ലാസ. ഇതെന്താ സാധനം എന്നൊന്നും മനസ്സിലായില്ലല്ലോ, പക്ഷെ നല്ല വെയിറ്റുള്ള സാധനമായിരിക്കും. ഇത് വടക്കഞ്ചേരി കേട്ടോ. ഇതൊരു 10 വർഷം മുമ്പ്, അല്ല സോറി 15 വർഷം മുമ്പുള്ള ഒരു വടക്കഞ്ചേരിയും ഇപ്പോഴത്തെ ഈ ഒരു റോഡ് ഒക്കെ ഞാൻ ഒന്ന് ഓർക്കുമ്പോഴേ അയ്യോ എന്തൊരു മാറ്റമല്ലേ. അന്നൊക്കെ ഒരു ചെറിയ റോഡൊക്കെ ആയിരുന്നു, ഇപ്പം ദേ കണ്ടോളൂ. ഇത് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കുഴൽമന്നം ജംഗ്ഷനിലേക്കാണ്. ഞങ്ങളുടെ പാലക്കാട് ക്ലിനിക് ഉള്ളത് ഈ കുഴൽമന്നത്താണ്, റൈറ്റ് സൈഡിൽ. അവിടെ ആ ഒരു ബിൽഡിങ്ങിലാണ്. ഇപ്പോൾ കാണാൻ പറ്റില്ല കാരണം വർക്ക് നടക്കുന്നതുകൊണ്ട്. ഇതാണ് കുഴൽമന്നത്തുള്ള പള്ളി. ആ കോഴി വന്ന് തുടങ്ങിയല്ലോ, കോഴി സപ്ലൈ. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ക്ലിനിക് ഉള്ളത്, നാസ് കോംപ്ലക്സ്. അവിടെ നിന്ന് പോയിട്ട് അതുകൊണ്ട് ഇവിടെ രാവിലെ
രാവിലെയും നല്ല ബ്ലോക്കൊക്കെ ഉണ്ടാവും. ഇപ്പം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നത്. ഇതാണ് കാഴ്ചപ്പറമ്പ് ജംഗ്ഷൻ. ഒരു 10 years ബാക്ക് ഞങ്ങൾ ഇവിടെ ആയിരുന്നു, വീട് ഞങ്ങളുടെ ഇവിടെ ആയിരുന്നു. അപ്പോൾ താമസിച്ചത് ഇവിടെ ആയിരുന്നു. അന്നൊന്നും ഈ റോഡൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ദാ ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ വരുന്നതുകൊണ്ടാണ് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഒരു ചെറിയ വഴിയായിരുന്നു, പിന്നെ ഹൈവേ വലുതാക്കിയപ്പോഴത്തേക്കും നല്ല വീതിയായി, പിന്നെ വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ലുലു മോൾ. ഒരു മിനിയേച്ചർ ഫോം ഓഫ് ലുലു മോൾ എന്ന് പറയാൻ വേണമെങ്കിൽ. ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എന്നാലും അത്യാവശ്യം എല്ലാം ഉണ്ട്. ഒരു മിനിയേച്ചർ ഫോം. ആ കാണുന്നതാണ് പാലക്കാടിലെ മെഡിക്കൽ കോളേജ്. ഇതാണ് മെഡിക്കൽ കോളേജ്. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് കഴിഞ്ഞിട്ടില്ല തോന്നല്ലേ. ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ ബ്ലോക്കൊക്കെയാണിത്. വർക്ക് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഫുൾ ഫ്ലെഡ്ജ് ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരും അത്രയും അധികമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട്. മഴ പെയ്ത് തുടങ്ങി ഇവിടെ വന്നപ്പോഴത്തേക്കും. ഇപ്പോൾ വാളയാറിലേക്ക് എത്താറായി. ഈ ഒരു ടൈമിൽ കൂടുതൽ ഈ ഗുഡ്സ് ക്യാരിയേഴ്സൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക, ഈ ലോറികളൊക്കെ മാത്രം. ഉറക്കം വന്നിട്ടിപ്പോൾ സൈഡാക്കുന്നതാണ്. ജസ്റ്റ് ഇന്ന് കുറച്ച് മയങ്ങിയിട്ട് ഇനി പോവാന്ന് കരുതിയിട്ട്. ഞങ്ങളുടെ മയക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ എണീച്ചിരിക്കുന്നു. അപ്പോഴത്തേക്ക് പതിയെ സൂര്യൻ ഉദിച്ചു തുടങ്ങി. സൂര്യൻ്റെ ആദ്യ വെളിച്ചം ചെറിയൊരു വെളിച്ചം പോലെ. Haudagitin bakwayo kilometer dua fobote mewandi. Kita kilometer tu. 1 lakh kilometers. 1 lakh 200 kilometer travels. 1,379 kilometers. Tata bye bye. Kotturi. നമ്മളിപ്പോൾ കേരള കഴിഞ്ഞു കോയമ്പത്തൂരിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ്. കണ്ടോ, അവിടെ മലയൊക്കെയാണ് ഈ കാണുന്നത്. ഒരു കാർമേഘം ഉണ്ട്, കണ്ടോ, വലിയൊരു കാർമേഘം ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്യണം. ഞങ്ങളെപ്പോഴും തമിഴ്നാട്ടിൽ വന്നിട്ടാണ് പെട്രോൾ ഫില്ല് ചെയ്യുന്നത്. ഫുൾ ടാങ്ക് ആക്കിയിട്ടാണ് നമ്മൾ പോവുക. കാരണം ഇവിടെ പ്രൈസ് കുറവാണ്. നമ്മുടെ കേരളത്തിനേക്കാളും തമിഴ്നാട്ടിൽ പെട്രോളിൻ്റെ പ്രൈസ് എത്രയാണ് ഡിഫറൻസ്? അറൗണ്ട് 3 rupees ഡിഫറൻസ് ഉണ്ട്.
ടാങ്ക് അടിച്ചിട്ടാണ് പോവുക. എന്നും അങ്ങനെയാണ്. എപ്പോഴും തമിഴ്നാട് വന്നിട്ട് തമിഴ്നാട് വഴി പോവുകയാണെങ്കിൽ കേരള നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യാറുള്ളൂ. ഇവിടെ 102 ആണെന്ന് തോന്നുന്നു. നമ്മളവിടെ 105 ആണ് പെട്രോൾ. എത്രയാ ഇവിടെ? 101. 101. അതേ കണ്ടോ, 101. ഇവിടുത്തെ പ്രൈസ് കണ്ടോ, 101 രൂപ. പെട്രോൾ ഫുൾ ടാങ്ക്. പെട്രോൾ ഫുൾ ടാങ്കിന് 2000 റുപ്പീസിന് അടിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അടിച്ചത് ഇതിലുണ്ടല്ലേ. ഫുൾ ടാങ്ക് അടിച്ച് ഒരു 19 കിലോമീറ്റർ ഓടി ഇങ്ങോട്ട് വന്നു. അറൗണ്ട് 200 കിലോമീറ്റേഴ്സ് ഓടി. ഫുള്ളായി. കാർഡ് ജിപേ അല്ല കാർഡ്. താങ്ക് യു. Thank you. വെള്ളം കിട്ടി. ഒരു കുപ്പി വെള്ളവും കിട്ടി. ആ അടിപൊളി. വെച്ചോ. ടാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൺ. താങ്ക് യു. പക്ഷെ ആ കുപ്പി നമുക്ക് കളയണ്ടേ? അതെ. ഊട്ടിയിൽ പ്ലാസ്റ്റിക് ബാനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബോട്ടിൽസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. 5 ലിറ്റേഴ്സിൻ്റെ ബോട്ടിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മറ്റണം വാങ്ങിച്ച ഹാർഡ് പ്ലാസ്റ്റിക്. അതെ. റീയൂസബിൾ ബോട്ടിൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ബോട്ടിൽസ് ഒന്നും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതാ കണ്ടോ, ഇവിടെ മഴയുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് മഴ പെയ്ത് നിന്നതേ ഉള്ളൂ. പക്ഷെ നല്ല കാർമേഘമുണ്ട്. അതുകൊണ്ട് ആ ഒരു മറ്റേ മോർണിംഗ് ആ സൺറൈസ് ഇപ്പം അതിൻ്റേതായ ഒരു ചാം വരാത്തത്. It's not visible just because the clouds are there. It's rainy today, so see, little bit orange color is there over there. Yellowish. No, it's bit pale orange. 2:45 hours ആണ് ഇനി നമുക്ക് ഊട്ടിയിലേക്ക് നമ്മുടെ ഇതിൽ കാണിക്കുന്നത്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സ്റ്റോപ്പ്. ഇന്ന് അവിടെ മഴ ഉണ്ടാവും തോന്നുന്നല്ലേ. കണ്ടോ, പനയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. സൺറൈസ് ഹാപ്പനിങ്.
സൈഡാണല്ലോ, നമ്മൾ വരാത്തൊരു സൈഡാണ് ഇത്. ഒരു വാക്കിംഗ് ഏരിയ ആണ് ഇത്. ഉക്കടം അല്ലേ ഇത്? ആ വാട്ടറിൽ മറ്റേ ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇത് റൗണ്ടായിട്ട് ഉള്ളതാണ്. 90 kilometers. 90 kilometers. Yes. On that board it was 90 kilometers. It's a nice road. ഈ വഴി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ദേ രാവിലെയൊക്കെ നടക്കാൻ വരുന്ന ആൾക്കാർ അവിടെ നടക്കുന്നു. ഇതെന്താണ്? ഓ, ഇത് പാർക്കാണ് തോന്നുന്നത്. ആ ഒരു എന്തോ എഴുതിയിട്ടുണ്ട്, തമിഴിലാണ് എഴുതിയിരിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. കഫേ 1947. ഇതേ അത് കറങ്ങുന്നു. പാലക്കാട് 49 കിലോമീറ്റർ അതെ അതെ, അതിന്റെ അതർ സൈഡാന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡാണ് നമ്മൾ എപ്പോഴും വരുന്നത്. പക്ഷെ ഇത് നല്ല അടിപൊളിയാണല്ലോ. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പാർക്ക് എല്ലാരും പറയാറില്ലേ, ഉക്കടം, അതാണ് തോന്നുന്നു. ഉക്കടമല്ല, മീൻസ് ഈ ലേക്ക്, ഈ ഒരു ലേക്കിലൊരു പാർക്ക്. ഒരു പപ്പി കണ്ടോ, വലിയ പപ്പി. ഇവിടെയുള്ള ബ്രൂക്ക്ഫീൽഡ്സ് മോളാണിത്. അങ്ങ് അറ്റം വരെയുണ്ട് കണ്ടോ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുണ്ട്. ബിൽഡിംഗ് ബ്ലോക്സ് കണ്ടോ, അങ്ങേരിത് എങ്ങനെയാ പോകുന്നത്? കാണുന്നതാണ് ഫുൾ ബിൽഡിങ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് ഗവൺമെന്റ് കൊടുത്തതാണ്. അങ്ങനെ എന്തോ ഇല്ലേ, അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡാണ് ഇത്. ഇത് പുതുക്കാണ് തോന്നുന്നു കേട്ടോ, പുതുക്കി പണിയുവാണ്. ഇതാണ് A to B, ആദ്യാർ ആനന്ദ് ഭവൻ. ടൈം ആവാത്തതുകൊണ്ട് ഫുൾ empty ആണ്. ഊട്ടിയിലെ മഴയുമാണ്. വാഷ്റൂമിലേക്ക് പോയിന്റ് വരും. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ വാഷ്റൂം.
Implicite. Ulla, ma dove tutti? Dove sei? Sama lamp tu ya lamp. Panicullina. ബ്ലാക്ക് തണ്ടർ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ ജേണി കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് മേട്ടുപ്പാളയം. സീ ദാറ്റ് ഹിൽ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഈ നീലഗിരി ഘാട്ട് സ്റ്റാർട്ടാവും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ടോയ് ട്രെയിൻ പോകുന്ന ആ ഒരു പാലം. അതാണ് ടോയ് ട്രെയിനിൻ്റെ പാത. പട്രി. സീ ദാറ്റ് വ്യൂ, ഇറ്റ്സ് അമേസിങ്. ആ ഒരു മല കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ വരുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ മല കയറി തുടങ്ങി. നമ്മളിപ്പോൾ ഊട്ടിയിലേക്ക് കയറി തുടങ്ങി. ഇന്ന് മുകളിൽ നല്ല ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് മലകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. നല്ല അവിടെ ഈ ഫോഗൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, ഇങ്ങനൊന്നും കാണാൻ പറ്റില്ല. ഈ ഏരിയയിൽ ഇങ്ങനെ നേരത്തി പനകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. See. Wow. ഫുൾ ഗ്രീനറി. ഈ പാലം കണ്ടോ, ഈ പാലം ഒരു 100 years ആയിട്ടുണ്ടാവും. ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാലമാണ്. ഇപ്പോഴൊന്നും അവിടെ നിന്ന് പോകാൻ പറ്റൂല, ഇപ്പോൾ കുറേ ട്രാഫിക് വന്നപ്പോഴത്തേക്കും. ഇതാണ് ചെക്ക് പോസ്റ്റ്. നമ്മൾ ഇന്ന് ചെക്കിങ് ഒന്നും ഇല്ലല്ലോ, അറിയില്ല. ഇന്ന് ചെക്കിങ് ഒന്നുമില്ല. സാധാരണ എനിക്കൊന്ന് സാറ്റർഡേ സൺഡേ ആയിരിക്കും ചെക്കിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ സീസൺ തുടങ്ങുമ്പോൾ ആയിരിക്കും. ഊട്ടിയിലേക്ക് വരുന്ന ആൾക്കാർ ഇ പാസ് എടുത്തിട്ടേ വരാവൂ. കാരണം ചില സമയത്ത് ഇവിടെ ചെക്കിങ് ഉണ്ടാവാറുണ്ട്. സാറ്റർഡേ സൺഡേസ് ആണെങ്കിൽ മസ്റ്റായിട്ടും ഇ പാസ് എടുത്തിരിക്കണം. നമ്മൾ ജസ്റ്റ് സൈറ്റിൽ കയറിയിട്ട് ഒന്ന് എൻട്രി ചെയ്താൽ മതിയാവും. അതിന് അപ്രൂവൽ കിട്ടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുക. ഇന്നിപ്പം ചെക്കിങ് ഇല്ല. ചില ദിവസങ്ങളിലൊക്കെ മസ്റ്റായിട്ട് അവർ ചെക്ക് ചെയ്ത് ഇ പാസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർ വിടാറ്. ഇ പാസ് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ നിന്നിട്ട് തന്നെ നമുക്ക് ഇ പാസ് എടുക്കേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ ഇ പാസ് എടുത്തിട്ട് തന്നെ വരുന്നതായിരിക്കും ബെറ്റർ. ഇന്ന് നല്ല ക്ലൈമറ്റാണ്, കാരണം വെയിലൊട്ടും ഇല്ല. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് 8 o'clock ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഊട്ടിയിൽ കയറി തുടങ്ങി. അധികം ട്രാഫിക്കും ഇല്ല, അധികം വെയിലും ഇല്ല. വെയിലില്ലെങ്കിൽ നമുക്ക് സുഖമാണ്. ഇവിടെ ഇച്ചിരി വെയിലുണ്ടെങ്കിൽ വെയിൽ നല്ല ചൂടായിരിക്കും. പക്ഷെ ഇപ്പം നമുക്ക് ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ട് പോവാം. കണ്ടോ, see this. മല ഹോർട്ടിക്കൾച്ചർ ഫാമാണ്. See, here comes the first hairpin bend. നമ്മൾ ഫസ്റ്റ് ഹെയർപിൻ ബെൻഡ് ക്രോസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരുപാട് എലിഫന്റ് ക്രോസിംഗ് സോൺ എന്ന് പറഞ്ഞിട്ട് സൈൻ ബോർഡ്
തന്നിട്ടുണ്ട്. ഇപ്പൊ ഒത്തിരി ആനകളൊക്കെ ഇറങ്ങുന്നുണ്ട് തോന്നുന്നു. ഇതും ഒരു മെറ്റൽ ബ്രിഡ്ജാണ്. ഇതും അതേപോലെ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് എരയിലുള്ള ആ ഒരു മെറ്റൽ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. അതിൽ പില്ലേഴ്സ് ഒന്നും ഉണ്ടാവാറില്ല, ചെറിയ പാലമാണ് അത്. ഇതൊരു ചെറിയ ഒരു ടൗണാണ്. പ്യൂർ വെജ്, ഒരു പ്യൂർ വെജ് റെസ്റ്റോറൻറ്റും ഉണ്ട് അവിടെ. ഊട്ടിയിൽ കയറാൻ 14 ഹെയർ പിൻ ബെൻസ് ആണുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ 4th ഹെയർ പിൻ ബെൻഡാണ് കയറുന്നത്. ഇത് 4th ഹെയർ പിൻ ബെൻഡാണ്. ഇതേ കണ്ടോ, അടിപൊളിയാണ്. ഞങ്ങളെപ്പോഴും ഊട്ടിയിലേക്ക് വരാറുണ്ട്. ചിലർ ചോദിക്കും എന്താ എപ്പോഴും ഊട്ടിയിൽ പോകുന്നതെന്ന്. അതൊരു ഫീലിംഗ് ആണ്. ബസ്, ഇവിടുത്തെ ബസ്സൊക്കെ ഒരു പുതുക്കിയും തോന്നുന്നല്ലേ. ഇതേ കണ്ടോ, പണ്ടൊക്കെ ഭയങ്കര പഴയ ബസ്സൊക്കെ ആയിരുന്നു. പച്ച ഒരു എന്താ പറയാ, ഒരു ഇങ്ങനെ എല്ലാ സ്ഥലവും ഇങ്ങനെ വട്ടം വട്ടമായിട്ട് ചാടി നിൽക്കുന്ന പോലെ. ഇതിപ്പം ബസ് മാറ്റിയിട്ടുണ്ട്, നല്ല ബസ്സായിട്ടുണ്ട്. നേരത്തെ വരുമ്പം ഈ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് അധികം ഈ വെയിലില്ലാതെ നമുക്ക് കയറാൻ പറ്റുന്നുണ്ടേ, സുഖമായിട്ട് നമുക്ക് കയറാം. ട്രാഫിക്കും കുറവായിരിക്കും, പിന്നെ ചൂടുണ്ടാവില്ല. അപ്പം നമുക്ക് നല്ല ഉന്മേഷത്തോടെ കയറാൻ പറ്റും. അതെ, ഹമ്പ് ഹമ്പ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ഇവിടെ എവിടെയോ. ഫുൾ ഗ്രീനറി കണ്ടോ, പച്ചപ്പും ഹരിതാപവും മാത്രം. പച്ചപ്പൻ ഹരിതാപം ഒന്നുമില്ല. ഇത് എത്രാമത്തെ ഹെയർ പിന്നാ? എഴുതിയിട്ടൊന്നും ഇല്ലല്ലോ.
ദി ഹിൽ സ്റ്റേഷനിൽ ഇങ്ങനെയാണ് ഹെവി വെഹിക്കിൾസ് താഴെ ഇറങ്ങുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരിക്കും. അല്ലെങ്കിൽ ടേൺ ചെയ്യാൻ ഈ വളഞ്ഞതേ ഇവിടെ നിന്ന് വളയാൻ പറ്റൂലല്ലോ വലിയ വെഹിക്കിൾസ് ആണെങ്കിൽ. അതുകൊണ്ട് ഓൾസോ കയറുമ്പോഴും see the അടിപൊളി വ്യൂ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. കണ്ടോളൂ. ഇറ്റ്സ് ജസ്റ്റ് വൗ. വീണ്ടും ആന ക്രോസിംഗ്. ഈ ആന ക്രോസിംഗ് കുറേ ഉണ്ടല്ലോ. വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങക്ക് റോഡ് സൈഡിൽ ആനേനെ കണ്ടായിരുന്നു. പിന്നെ കാട്ടുപോത്തും കുറെ എല്ലാ വർഷവും വരാറുണ്ട്. പക്ഷെ അന്നേ വരെ ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ടായില്ല. Wide range of woolen collections. അവനിവിടെ അവന്താ ഉറങ്ങുന്നു. ഉറങ്ങിയിട്ടുണ്ടായില്ല, അതായിരിക്കും. അവൻ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് പോലും അവൻ ഉറങ്ങിയില്ല. ഇപ്പൊ അവന് ഇപ്പോഴും ഉറങ്ങണ്ടായിരുന്നു. പക്ഷെ വയ്യാണ്ടായിട്ടാണ് അവന് തനിയെ ഉറങ്ങിപ്പോയതാ. ഒട്ടും പറ്റാണ്ട് ഒത്തിരി ക്ഷീണമായപ്പോ. ഇവിടെ വാട്ടർഫോൾ ഉണ്ടാവുന്നു. ഇതാണ് ഇവിടെ വാട്ടർഫോൾ. കണ്ടോ, മഴയായതുകൊണ്ട് നിർത്താൻ പറ്റൂല. ഗ്ലെൻഡെയിൽ, ഇത് ഗ്ലെൻഡെയിൽ ടീ പ്ലാന്റേഷൻസ് ആണ്. വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് കാണാനൊക്കെ പറ്റും. അടിപൊളിയല്ലേ. ഇതൊക്കെ വഴിയിൽ വീതി കൂട്ടാനായിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങി വെച്ചേക്കുവാന്ന് തോന്നുന്നു. പോകുന്ന ട്രാക്ക്, ടോയ് ട്രെയിൻ പോകുന്ന ട്രാക്കാണ്. ഊട്ടി 20 kilometers, കുന്ദ 27, മൈസൂരു 177. എന്താ അത്?
കൂനൂർ എത്തി. ഇതാണ് കൂനൂർ. ഇവിടെ നിന്ന് ആ കാണുന്നതാണ്, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കൂനൂർ. ഞങ്ങൾ ലാസ്റ്റ് ടൈം അവിടെ നിന്നായിരുന്നു. ഞാൻ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ ഉള്ള ഇത് ചാനലിൽ. നേരത്തെയുള്ള വീഡിയോസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കൂനൂർ ഇപ്പോൾ കാറ്റും നല്ല തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ മുകളിൽ കയറിയതിൻ്റെ ആ ഒരു ഫീലിംഗ് ഇപ്പം വന്നിട്ടുണ്ട്. വെയിലില്ലാത്തതുകൊണ്ട് നല്ല തണുപ്പാണ്. വെയിലുണ്ടെങ്കിൽ ഇച്ചിരി ചൂടും, പക്ഷെ എന്നാലും നല്ല തണുത്ത കാറ്റായിരിക്കും. പക്ഷെ എന്നാലും ഒരു ചെറിയ ചൂടും കൂടി ഉണ്ടാവും. പക്ഷെ ഇപ്പം ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഒട്ടും വെയിലില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. എന്താണ് അമ്പ് ചാടിയാ മറിഞ്ഞു പോകുമോ? ഇപ്പം ഇവിടെ ടെമ്പറേച്ചർ 19 ഡിഗ്രിയാണ്. പെട്ടെന്നാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു തണുപ്പ് വീണ്ടും തണുപ്പ് കൂടി വരുന്നുണ്ട്. മുകളിൽ കയറും തോറും ഇവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ 19ഉം മിനിമം ടെമ്പറേച്ചർ 12 or 11. ഇതാ ഞങ്ങൾ ഊട്ടിയിലേക്ക് എത്തി. നീലഗിരി ഉദകമണ്ഡലം. ഇന്ന് ഒട്ടും തിരക്കില്ല. കാലിയെന്ന് പറയാം. ടൈം ആവാത്തതാണോ അറിയില്ല. ഇത് 9 o'clock ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഊട്ടിയിലേക്ക് എത്തി. ഇന്നൊട്ടും തിരക്കില്ല അല്ലേ? ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡു സപ്പോർട്ട്. ഇനിയും അതെ, അങ്ങോട്ടേക്ക് വീഡിയോസ് വരുന്നതായിരിക്കും. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പ്ലീസ് ഡു വാച്ച്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.